ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കണം. 2 ടേം ഇൻഷുറൻസ്, അത് അവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചാണ്. 3 ക്യാൻസർ. കേരളത്തിൽ എത്ര പേർക്ക് ക്യാൻസർ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ക്യാൻസർ കെയർ പൊളിച്ചെടുക്കുക. അത് 4ാമത്തെ പ്രോഡക്റ്റ്സാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് തന്നെയാണ് NPS, നാഷണൽ പെൻഷൻ സ്കീം. എടുക്കാതെ ഒരാളും വേറെ ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ ഏത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഡയറക്ട്ലി സാറിനെ വണ്ടിന്ന് വിളിച്ച്. കാരണം ബാക്കി എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് എപ്പോഴും എടുക്കാം, എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നാഷണൽ പെൻഷൻ സ്കീമിൽ നമുക്ക് വൺസ് പൈസ ഇട്ട് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അറിയാതെ പോലും അറിയാതെ പോലും അതിന് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 15 ഇയേഴ്സ് ബ്ലോക്ക്ഡാണ്. നേരത്തെ 60 ഇയേഴ്സ് വരെയായിരുന്നു. ഇപ്പം ദിസ് ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് മിനിമം ലോക്കിംഗ് പീരീഡ് അതിന് 15 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. 15 ഇയേഴ്സ് കഴിയുമ്പോൾ കുറേ റൂൾസുകളുണ്ട്. 80% തിരിച്ച് കിട്ടും, ടാക്സ് ഫ്രീ, 20% ആനുവിറ്റി മേടിക്കും, ഇങ്ങനെ നിയമങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകില്ല.